മധ്യകേരളത്തിലേക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. CPIM-നെ വെല്ലുവിളിച്ച് അമ്പലപ്പുഴയിൽ കളത്തിലിറങ്ങിയ G. സുധാകരനിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. കഴിഞ്ഞ തവണ പതറിയ കോട്ടയത്തും ഇടുക്കിയിലും തൃശ്ശൂരും ഇത്തവണ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണെന്ന് UDF-ഉം കണക്ക് കൂട്ടുന്നു. എന്നാൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ ഒന്നുപോലും വിട്ടുകളയാതിരിക്കാനാണ് LDF-ന്റെ ശ്രമം. തൃശ്ശൂരിലും 2020-യുടെ പിൻബലത്തിൽ എറണാകുളത്തും അക്കൗണ്ട് തുറക്കാനാകുമെന്നൊരു പ്രതീക്ഷ NDA-യും വെച്ച് പുലർത്തുന്നുണ്ട്. സഹിൻ ആന്റണി സാഹചര്യങ്ങൾ വ്യക്തമായും പറഞ്ഞുതരും. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ മധ്യകേരളം UDF-നെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ UDF വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നമുക്കറിയുന്ന പോലെ കാലങ്ങളായി UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് മധ്യകേരളം. പക്ഷേ 2021-ൽ അങ്ങനെ ആയിരുന്നില്ല, പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇത്തവണ അങ്ങനെയല്ല, കടുത്ത പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രീ പോൾ സർവേ ഒക്കെ പരിശോധിക്കുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയ ഫലങ്ങളൊക്കെയും. ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്ന ദിവസം, അതല്ലെങ്കിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ ഒരു ദിവസം, മധ്യകേരളത്തിലെ ഒരു പൊതുചിത്രം എന്താണ് സഹിൻ? ഇത് മധ്യകേരളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളവും LDF-നെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ജില്ലകൾ നിലനിൽക്കുന്ന സ്ഥലം എന്ന് തന്നെ പറയേണ്ടി വരും. ഏറെക്കുറെ 47ഓളം മണ്ഡലങ്ങളാണ് മധ്യകേരളത്തിൽ ആകമാനമുള്ളത്. അതിൽ തന്നെ UDF അവരുടെ കോട്ടയായി കരുതുന്ന ഒരു മണ്ഡലം തന്നെയാണ്, അല്ലെങ്കിൽ ജില്ല തന്നെയാണ് എറണാകുളം എന്ന് പറയുന്നത്. ആലപ്പുഴയാവട്ടെ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ്. തൃശ്ശൂരിലും സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. ഒപ്പം തന്നെ കോട്ടയവും ഇടുക്കിയും ഇതിൽ ആരോടൊപ്പം നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകളിൽ പ്രധാനപ്പെട്ട 3 സീറ്റുകൾ തങ്ങളോടൊപ്പം അനുകൂലമായി നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇടതുമുന്നണിയും ഒപ്പം തന്നെ UDF-ഉം സമാനമായി വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് ഏറെ വ്യത്യസ്തമായിട്ടുള്ളതും. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ അമ്പലപ്പുഴ പോലെയുള്ള ഇടങ്ങൾ, അതൊക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 2 മുന്നണികളും ശക്തമായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലേക്ക് പോന്നു കഴിഞ്ഞാൽ 14 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ ആ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 14ഉം തൂത്തുവാരാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF വെച്ച് പുലർത്തുകയാണ്. ഇതിൽ തന്നെ 2 സീറ്റുകളിലാണ് അവർ അല്പമെങ്കിലും പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നത്. ഒന്ന് P. രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി നിയോജക മണ്ഡലമാണ്, മറ്റൊന്ന് കോതമംഗലത്താണ്. ഈ 2 സീറ്റുകളിലും അത്ര പ്രതീക്ഷ UDF-ന് ഇല്ല എന്നുള്ളതാണ്. ശേഷിക്കുന്ന 12 സീറ്റുകളിലും ഉജ്ജ്വല വിജയം നേടാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇടതുമുന്നണിയാകട്ടെ ഇവിടെ എറണാകുളം ജില്ലയിൽ 4 മുതൽ 6 സീറ്റുകളിൽ വരെ തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതിൽ തന്നെ സിറ്റിംഗ് സീറ്റുകൾ 4 നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കൂടാതെ തൃപ്പൂണിത്തറ അടക്കമുള്ള മണ്ഡലങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിലനിൽക്കും എന്ന പ്രതീക്ഷയും അവർ വെച്ച് പുലർത്തുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യകേരളം ഈ ഭരണത്തെ ആര് പിന്താങ്ങും, അല്ലെങ്കിൽ ഭരണം ആർക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾക്ക് അരക്കെട്ട് പറയാൻ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് മധ്യകേരളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന UDF-ന്റെ കണക്കുകളിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ കേരളത്തിൽ വലിയ ഒരു തരംഗം UDF-ന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതല്ല, നേരെ മറിച്ചാണെങ്കിൽ ഇടതുമുന്നണിയുടെ കണക്കാണ് ശരിയെങ്കിൽ ഒരുപക്ഷെ 4 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ ഇടതുമുന്നണിക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ മൂന്നാം ഭരണവും ഇടതുമുന്നണിക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാം UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഒരു ഉറച്ച കോട്ടയാണ് എറണാകുളം. ഏത് പ്രതികൂല സാഹചര്യത്തിലും തങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു കോട്ടയാണ് എറണാകുളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ഉജ്ജ്വല വിജയം നേടാൻ കഴിഞ്ഞാൽ തങ്ങൾക്ക് കോട്ട പിടിക്കാൻ കഴിയുമെന്ന് UDF-ഉം കിട്ടിയതൊക്കെ നിലനിർത്താൻ കഴിയുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നുണ്ട് മധ്യകേരളത്തിൽ.